കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ എന്ത് തോന്നിയാസവും പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ ആ ഒരു ആഘാതം തീരുവോ? ഇല്ല. ഇപ്പോ CPM എന്ന് പറയുന്നത് സമത്വം, സോഷ്യലിസം, പുരോഗമനവാദം ഇതെല്ലാം പറയുന്ന ഒരു പുരോഗമന പാർട്ടിയാണ് എന്നാണ് വെയ്പ്പ്. അപ്പോൾ ആ പാർട്ടിയിൽ ഉൾപ്പെട്ട തോമസ് ഐസക്, അതും വളരെ സീനിയർ ആയിട്ടുള്ള മുതിർന്ന, ഇപ്പൊ പറയുമ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും അറിവുള്ളവരെന്ന് ഈ CPM അണികൾ ആരാധിക്കുന്ന തോമസ് ഐസക്കിന്റെ വായിൽ നിന്നൊരു വന്ന വാക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ എതിരാളികളെ താറടിച്ച് എന്ത് തോന്നിവാസവും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതേ രീതി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. രമേശ് പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ വൃത്തികെട്ട രീതിയിൽ, ഈ വൃത്തികെട്ടത് മീൻസ് അദ്ദേഹം ഒരു കലാകാരനാണ്, അഭിനേതാവാണ്, ആ മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് കോമാളിത്തരം കാണിച്ച് നടക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഈ തോമസ് ഐസക് ഈ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? അത് തോമസ് ഐസക് പറയുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട രണ്ട്. കേരളത്തിലെ മികച്ച കൊമേഡിയന്മാരായിരുന്ന ഇന്നസെന്റ് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ചാണ് ചാലക്കുടിയിൽ നിന്ന് MP ആയി ജയിച്ചത്. മറ്റൊന്ന് M മുകേഷ്, ഇപ്പോൾ ഒരു നടി ആരോപണം ഉന്നയിച്ച M മുകേഷ് കൊല്ലത്ത് നിന്ന് ജയിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചാണ്. അവിടെയാണ് ഈ രണ്ടാളും CPMന്റെ MLAയും MP-യുമായിരുന്ന ആളുകളാണ്. അവിടെയാണ് ഇപ്പോൾ രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ തോമസ് ഐസക്കിന്റെ കോമാളി എന്ന് വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത്. ഇന്നസെന്റ് ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആരും രാഷ്ട്രീയ രംഗത്ത് അത്ര സുപരിചിതരായി കണ്ടിട്ടില്ല. എന്നാൽ രമേശ് പിഷാരടി ഏറെ നാളായി കോൺഗ്രസിന്റെ വേദികളിൽ, കോൺഗ്രസിന്റെ പരിപാടികളിൽ, കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ എല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രഭാഷകനായി അദ്ദേഹം വരാറുണ്ട്, കോൺഗ്രസിന്റെ യാത്രകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്, എല്ലാ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ വരാറുണ്ട്. അവിടങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന അടിമുടി കോൺഗ്രസുകാരനായ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ കോമാളി എന്ന് വിളിച്ച് തോമസ് ഐസക് അധിക്ഷേപിച്ചത്. കോമാളി എന്ന് വിളിക്കാനുള്ള കാരണം അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന മിമിക്രിയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ് പിഷാരടിയുടേത്. KPSC നാടകങ്ങളിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ ആളുകളാണിപ്പോൾ രമേശ് പിഷാരടിയെ പോലെയുള്ള കലാകാരനെ അധിക്ഷേപിക്കുന്നത്. CPM സഹയാത്രികരായി നിന്ന ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും കേരളത്തിലുണ്ട്. ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചത് അന്ന് KPSC എഴുതിയായിരുന്നു. ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ, ഏത് സിനിമാ താരമായാലും ശരി, ആരായാലും ശരി, അവർക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെയൊക്കെ വെല്ലുവിളിക്കാൻ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ CPMലല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കോമാളിയാക്കാനും അവനെ വിഡ്ഢിയാക്കാനും തോമസ് ഐസക് ആരാണെന്ന ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഇത് വിവാദമായപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഒരാളെ മുഴുവൻ തെറി പറഞ്ഞിട്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ പറഞ്ഞ സാധനം അവിടെ അതേപോലെ നിലനിൽക്കുകയാണ്. തോമസ് ഐസക് പറഞ്ഞത് രമേശ് പിഷാരടിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നതെന്നാണ്. എന്നാൽ വേദനിച്ചിട്ട് രമേശ് പിഷാരടിയെ കുറിച്ച് ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് പുറത്തു വന്നത്. പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ CPM BJPയെ സഹായിക്കുകയാണെന്ന ആരോപണവും ആക്ഷേപവും ഉയർന്നപ്പോഴും അതിന് മറുപടി പറയാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്താനാണ് തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരു മുതിർന്ന CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതായത് അവർക്ക് ഈ പ്രധാന വിഷയങ്ങളിൽ നിന്നും ആൾക്കാരുടെ ശ്രദ്ധ മാറ്റി എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയിടുക, അതല്ലേ ഇവരെപ്പോഴും ചെയ്യുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. പാലക്കാട് വോട്ടർമാർ പ്രബുദ്ധരായ വോട്ടർമാരാണ്. BJPയെ ജയിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് വോട്ടർമാർ പുച്ഛിച്ച് തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, CPMന്റെ ആളുകൾ പോലും രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്യും. രമേശ് പിഷാരടിക്ക് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ അവിടെ ഒരു മിമിക്രി കാണിച്ചോ കോമഡി പറഞ്ഞോ അല്ല അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞാണ്, എതിരാളികളെ നിശബ്ദമാക്കുന്ന തരത്തിലാണ് രമേശ് പിഷാരടി രാഷ്ട്രീയം പറയുന്നത്. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളെ CPM സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പരിഗണിച്ചിട്ട് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇത്തവണ തോമസ് ഐസക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർന്നു വരുമെന്ന നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോയിട്ട് അദ്ദേഹത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും CPM പരിഗണിക്കുന്നില്ല. അതിൽ നിന്ന് വരുന്ന ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ തോമസ് ഐസക് ഇത്തരത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പിഷാരടിക്ക് 2 വോട്ട് അധികം കിട്ടുമാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഈ തോമസ് ഐസക് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോമസ് അല്ല, ഇപ്പോ കോൺഗ്രസ്, അതായത് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നില്ലേ, അത് മാത്രമല്ല ഇവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം
വ്യത്യാസമുള്ളവരെ കുറിച്ചും ഇതിനേക്കാൾ മോശമായി തന്നെയല്ലേ പറയാറുള്ളത്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെടാതെ ആരെ അവർക്ക് ഇഷ്ടമല്ലേ അവരെ എന്തും പറയും എന്നുള്ളൊരു നയം തന്നെയാണ് അവർക്കുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ പറഞ്ഞത് 62 വർഷത്തോളം കാലം തന്റെ ജീവനും ജീവിതവും പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജി സുധാകരനെ അദ്ദേഹം വിളിച്ചത് ചെറ്റത്തരം ചെയ്യുന്ന ആൾ എന്നാണ്. അതായത് ജി സുധാകരൻ ഇപ്പോഴും കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അദ്ദേഹം CPM-നെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും തള്ളി പറയാത്ത ഒരു വ്യക്തിത്വമാണ്. ജി സുധാകരൻ ചെറ്റത്തരം ചെയ്യുന്നവനെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച് അധിക്ഷേപിച്ചത്. NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതോടുകൂടി അത് പ്രേമേന്ദ്രന് ഒരുപക്ഷെ ഒരു ടൈറ്റ് മത്സരം നടന്ന അവിടെ ആ വിളിയോടുകൂടി 1 ലക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടായത്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ഏകരാഷ്ട്രീയ പ്രവർത്തകൻ, ഏകരാഷ്ട്രീയ നേതാവ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതായത് ആശാൻ ഒന്ന് പിഴച്ചാൽ 52 പിഴയ്ക്കുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാരല്ലേ ഇവിടെ ഉള്ളത്. CPM-ന്റെ തലപ്പത്ത് ഇപ്പോൾ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനാണെങ്കിലും പാർട്ടി ആരുടെ പിടിയിലാണ്? പിണറായിയുടെ പിടിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പിണറായി ഇവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുന്നത് ആൾക്കാരെ വിളിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, ഇതാണെന്ന് മാതൃക കാണിച്ചു. MM മണി ഇവിടെ എന്താണ് ഇതുവരെ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? അപ്പൊ ഈ പാർട്ടിയുടെ പാരമ്പര്യം തന്നെ എതിരാളികളെ ഇങ്ങനെ, പച്ച മലയാളത്തിൽ വേറൊരു വാക്കാണ് ഇതിന് പറയാറുള്ളത്, പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ആ വാക്ക് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എതിരാളികളെ ഇങ്ങനെ അധിക്ഷേപിച്ച് തോൽപ്പിക്കുക എന്നതാണ് ഈ പുരോഗമന സാംസ്കാരികപരമായി മുന്നോക്കം നിൽക്കുന്ന ഈ ഒരു പാർട്ടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. തീർച്ചയായും CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അതായത് കേരളത്തിൽ ജന്മിത്വത്തിനെതിരെ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി മാറിയവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ദളിതന്റെ അവകാശ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന, അവിടെ ഒന്ന് ചേർത്തോട്ടെ, ദളിതന്റെ അവകാശ പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിന്നവർ എന്ന് പറയുന്ന ഇവർ തന്നെയാണ് അവരെ പിന്നോട്ടടിക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രവർത്തികൾ ചെയ്തിട്ടുള്ളതും. ഇപ്പോഴും അവരുടെ PB-യിലാകട്ടെ, അവരുടെ കമ്മിറ്റികളിലാകട്ടെ, ഇലക്ഷൻ ആകട്ടെ, ഏതെങ്കിലും ഒരു മേഖലയിൽ ഇവർ ദളിതരെ പരിഗണിക്കാറുണ്ടോ? ഇല്ല. ആ റിസർവേഷൻ ഉള്ള സമയത്ത് മാത്രമല്ലാതെ ഇവരെവിടെയെങ്കിലും പരിഗണിക്കാറുണ്ടോ? തീർച്ചയായും അത്തരം ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ കടന്നു കഴിയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്തായാലും ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഒരു കേരളത്തിലെ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന, അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെ മെഗാ സ്റ്റാറോ ഒന്നല്ല, പക്ഷേ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ കഴിയുന്ന, പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ്. ആ കലാകാരന്റെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, രാഷ്ട്രീയം നോക്കാതെ കലയെയും കലാകാരന്മാരെയും പിന്തുണയ്ക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ ആർക്കെങ്കിലും നിഷേധിച്ച അതിനെതിരെ ശബ്ദമുയർത്തുന്നവരാണ് ഞങ്ങൾ എന്നാണ് പറയാറ്. അതായത് എനിക്ക് ഓർമ്മ വരുന്നത് ഈ നടൻ സലീം കുമാർ, ഞാനൊരു കോൺഗ്രസുകാരനാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി സലീം കുമാറിനെ ഇവരെ അവഹേളിക്കുന്ന തരത്തിൽ ഇവരുടെ നേതാക്കന്മാരടക്കം സലീം കുമാറിനെ അവഹേളിച്ചെന്ന് മാത്രമല്ല, സലീം കുമാർ അഭിനയിച്ച ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിന് പല സ്ഥലത്തും പ്രദർശനാനുമതി നിഷേധിക്കുക, പല അവാർഡുകൾക്ക് പരിഗണിക്കാതിരുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ ഈ നടന്മാരുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ നടന്മാരുടെ അവരുടെ ആശയം കമ്മ്യൂണിസ്റ്റ് ആശയം, അല്ലെങ്കിൽ അവർ കോൺഗ്രസിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഞങ്ങൾ അംഗീകരിക്കില്ല. അവർക്ക് ആവിഷ്കാരം സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ ഓർമ്മ വന്നു, അതുകൂടെ പറയാതെ പോയാൽ ഇത് കംപ്ലീറ്റ് ആവില്ല. കാരണം ഇവിടത്തെ ഇടതന്മാർ തലയിൽ വെച്ച് നടക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി, മലയാളികളുടെ അഭിമാനവും മെഗാസ്റ്റാറുമായ മമ്മൂട്ടി. അതെ, അദ്ദേഹം ചൂരൽമലയിൽ വന്നപ്പോൾ പാർട്ടിക്കാരനോട് എന്റെ കൂടെ നടക്കരുത് എന്ന് പറഞ്ഞ തൊട്ടടുത്ത നിമിഷം മുതൽ സൈബർ ഇടങ്ങളിൽ ഇവിടത്തെ സഖാക്കന്മാർ എന്താണ് ചെയ്തത്? മമ്മൂട്ടിയെ തെറി അഭിഷേകമായിരുന്നു. തലേ ദിവസം വരെ, അതായത് തലേ ദിവസമല്ല, തൊട്ട് മുന്നിലത്തെ സെക്കൻഡ് വരെ മമ്മൂട്ടിയെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നവർ ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം മമ്മൂട്ടിയെ പറയാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ഒടുവിൽ എന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷമ ചോദിച്ചു. ഇവരുടെ ഒരു രീതി അതാണ്, ആദ്യം തെറിയഭിഷേകം നടത്തുക, അവസാനം ക്ഷമ ചോദിക്കുക എന്നുള്ളൊരു ഭക്ഷണം കൊടുത്തിട്ട് അച്ഛനെ വിളിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും. അത് മാത്രമല്ല, ഇത്തരത്തിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അധിക്ഷേപിക്കാനും അവരെ വ്യക്തിപരമായി ആക്രമിക്കാനും ഇത് ഉത്തര കൊറിയയോ ക്യൂബയോ ഒന്നും അല്ലെന്ന് CPM-കാർ മനസ്സിലാക്കണം. രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചവർക്കുള്ള മറുപടി ബാലറ്റിലൂടെ പാലക്കാട്ടെ ജനങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.